ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ കട നിർത്തിയത് നമ്മുടെ ഹില്ല് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റാർട്ടിങ് എപ്പിസോഡിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേർ വന്ന് ആകെപ്പാട് ഉറക്കച്ചടവോടെ കട്ടുമ്പോൾ തായിരിക്കുന്ന പോലത്തെ ഒരു സീനിലാണ്. അപ്പോൾ നമ്മുടെ നോർത്ത് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്പി എന്താ പറ്റി നിനക്ക്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നു? ഒന്നുമില്ലടാ, ഞാൻ ഉറങ്ങിയില്ലടാ. അതുകൊണ്ടാ. എന്താടാ നീ ഉറങ്ങാത്ത, നിനക്ക് എന്താ പറ്റുക? ഒന്നുമില്ല, എന്നെ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. അയ്യോ, ചിലപ്പോൾ നീ പറഞ്ഞ പേയും അങ്ങനെ റൂമിൽ ചുറ്റിയിട്ട് നിനക്ക് ഉറങ്ങാൻ വരാൻ പറ്റാത്തതാണോ? അതായിട്ടാണോ? അങ്ങോട്ടാണ് നീ ഉറങ്ങാത്തത്? എന്താടാ പറയാം? എടാ, പേയൊന്നും ഇല്ലടാ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ല. ആ സ്വപ്നത്തും കൊണ്ട്. ഓ അതാണോ? ശരി, നിൻ്റെ സ്വപ്നം എന്താ പറ്റി നിനക്ക്? ശരി, അതൊക്കെ പോട്ടെ. ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെടാ. ശരി, പറ, എന്താ കാര്യം? എടാ, നിനക്ക് ഒരാളെ കാണാൻ പാടില്ല, പക്ഷേ അയാൾ നിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പം എന്താടാ ചെയ്യുക? ഞാനെന്താക്കാനാ? ശരി, എന്താ ഡീറ്റെയിൽ ആയിട്ട് പറ, നല്ല എനിക്ക് മനസ്സിലാവുക. എടാ, അങ്ങനെയല്ല, ഒരാൾ നിൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അതൊരു ആളാവാൻ അല്ല, സാധനം എന്തോന്നും ആവട്ടെ. പക്ഷെ നിൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നിനക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ, എന്താ പറയുക, മുന്നിൽ മൊത്തോട് നോക്കാനായിരിക്കും നിനക്ക് അതിനെ കാണാൻ ഇഷ്ടമല്ലാന്ന് വെച്ചോ. അപ്പോൾ നീ എന്താ ചെയ്യുക? നീ കണ്ടിട്ട് കാണാത്ത പോലെ നടിക്കും. എടാ, അങ്ങനെ നിനക്ക് നടിക്കാൻ പറ്റില്ല, കാരണം നിൻ്റെ മുന്നിൽ തന്നെ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഞാൻ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യും. എടാ, എനിക്കങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ചുമ്മാ പറയല്ലേ, നിനക്ക് അവനക്ക് തമ്മിൽ അതല്ലേ. എടാ, അങ്ങനെയൊന്നുമല്ല, ഇത് വേറൊരു കാര്യം. ശരി, എന്തായാലും നീ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ട് കാണാത്ത പോലെ നടിക്കാം. അതേ ശരിയാവുള്ളൂ, നോക്കട്ടെ. ശരിയടാ, ഇന്ന് നിനക്കെന്താ പ്ലാന്? എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണം. നിനക്കോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോയി കിടന്നു പോവാം. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഞാൻ എന്തായാലും പുറങ്ങാൻ പോവാം. ശരിയടാ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ തേർ കടന്നുറങ്ങാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഉണ്ട് നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തേറിനൊരു ഫോൺ വരും. നോക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടില്ലേ ഫോം, അവനാണ്. എന്താടാ, വേടാ, വന്ന് നമുക്ക് ടൗണിൽ പോകാം. എന്തിനാടാ ടൗണിൽ? എനിക്ക് കുറച്ച് ഉറങ്ങണടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എടാ, ഈ പിന്നെ ഉറങ്ങിക്കോ, നമ്മൾ കാഫ്റ്റീരിയയിലോട്ട് പോകണേ, അവിടെ എല്ലാവരും ഉറങ്ങിയാണ് ചെയ്യുക. ഇഷ്ടമുള്ളവർക്ക് പഠിക്കാൻ, ഇഷ്ടമുള്ളവർക്ക് കിടന്നു കാര്യം പറയാൻ കടന്നുറങ്ങാൻ പറ്റുമോ? എന്നാൽ ശരി, എന്നാൽ ഞാൻ വരാം. എടാ, ഞാൻ ഓൾറെഡി നിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നിൻ്റെ ഫ്ലാറ്റിന് താഴെയുള്ളത്, നീ വന്ന് നോക്ക്. എടാ, എന്നാൽ നിൽക്ക്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുറച്ച് നേരം എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേ. ശരി. അങ്ങനെ നമ്മുടെ തേർ ഫോം കൂടെ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. എവിടെ നമ്മുടെ തേർ പൂണ് കണ്ടിട്ടെന്ന് വെച്ചാൽ നമ്മുടെ തൈപ്പൂണല്ല, അവനെ പൂണെന്ന് പറയുന്നത്. പൂണ് കണ്ടിട്ട് നേരെ കയറി കടന്നുറങ്ങാൻ ചെയ്യുന്നത്. അപ്പോൾ മുമ്പിൽ ഇവൻ എന്തോരുടെ ഇങ്ങനെ അവൻ ഉറങ്ങിയിട്ടില്ല, അത്ര നമ്മൾ ഉറങ്ങാൻ വേണ്ടി വന്നതാണ്. ശരി, എന്നാൽ വാ, നമുക്ക് റെസ്റ്റ് റൂമിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ വന്നിട്ട് അവരുടെ റെസ്റ്റ് റൂമിലോട്ട് പോവുകയാണ്. പോയി വന്ന് നോക്കുമ്പോൾ തേറിൻ്റെ അടുത്തുണ്ട് ഒരു അമേരിക്കനെ ഒരു ഡെസേർട്ട് ഇരിക്കണം. അപ്പോൾ ഫോം ചെയ്യുന്നത് ഇവൻ എപ്പോഴാണ് ഓർക്കുന്നതാണ് എനിക്ക് ഇതൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, നിൽക്കാൻ വിളിച്ചു ചോദിച്ചു നോക്കാം. നമ്മുടെ ഫോമും പൂണും കൂടെ ബാത്റൂമിൽ വന്നിട്ട് റെസ്റ്റ് റൂമിൽ നിന്ന് വരുന്നപ്പോൾ എന്താണ് നമ്മുടെ തേർ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ അടുത്തൊരു കേക്കും അതായത് ഒരു ഡെസേർട്ടും ഒരു അമേരിക്കാനും ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവനെ വിളിച്ചു ചോദിക്കും. എടാ, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, വേറെ ആരെങ്കിലും മാറ്റിക്കൊണ്ടെന്ന് വെച്ചതേക്കും. മാറ്റിക്കൊണ്ടെന്ന് വെച്ചതോ? ശരി, എന്തായാലും നമുക്ക് എടുത്ത് കഴിക്കാം. എടാ, അത് വേറെ ആരും ഓർഡർ അല്ലേ, നമ്മളെങ്ങനെ എടുത്ത് കഴിക്കുന്നത്? എടാ, നമുക്ക് പിന്നെ ബില്ല് പേ ചെയ്യടാ. അതിനിപ്പം നമുക്കിന്ന് കഴിക്കാമെന്നാണ് ഇത് നമ്മുടെ ഫോമും പൂണും കൂടെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വെയിറ്റ്രസ് അവിടെ വരും. എടുത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല മാഡം, എങ്ങനെ ഇവിടെ എത്തിയത്? നിങ്ങൾ വേറെ ആരെങ്കിലും മാറ്റിക്കോ? ഇല്ല, ഇത് ഈ ടേബിളിലേക്ക് ഓർഡർ ചെയ്താണ്, അത് മാത്രമല്ല ഇതിന് ബില്ല് പേ ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോമും നമ്മുടെ പൂണും കൂടെ പറയാണ്, എടാ, നമുക്ക് ഏതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്യണ്ടേ? എടാ, ഏത് ക്ലബ്ബിലാണ് ജോയിൻ ചെയ്യുക? ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും മുന്നോട്ട്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ഒരു പിന്നാലത്തെ സോഫയിൽ നിന്ന് ചാടിയാണ്. എടാ, നിങ്ങൾക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം, എൻ്റെ ക്ലബ്ബിലോട്ട് ജോയിൻ. നിൻ്റെ ക്ലബ്ബ്? എൻ്റെ ഏത് ക്ലബ്ബ്? എടാ, ഞാനൊരു ആർട്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തു. ആർട്സ് ക്ലബ്ബാ? അവിടെ എന്താ ചെയ്യേണ്ടി? വെറും ഡ്രോയിങ് മാത്രം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഡ്രോയിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് എന്താ ചെയ്യാൻ? എടാ, അങ്ങനെ പ്രത്യേകിച്ച് അറിയൊന്നും വേണ്ട, നിങ്ങൾക്ക് മാർക്ക് ഇട്ടാൽ പോരെ, അത് ഞാൻ സെറ്റാക്കിക്കൊണ്ട്. ശരി, ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരാൻ പറ്റുമോ? എടാ, ഏതാണ് ഞങ്ങൾക്ക് അറിയാം എൻ്റെ ഫ്രണ്ട്? എടാ, നോർത്തില്ലേ എൻ്റെ റൂമിൽ? ഓക്കെ ഓക്കെ ഓക്കെ, അവനിക്കോ? ശരി, ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യട്ടെ, നാളെ വരാം. ശരി, നാളെ വന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി, അതൊക്കെ പോട്ടെ. നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ദാത്തുക്ക്. ദാത്തുക്കോ? ശരി ശരി, ഓക്കെ. അത് കഴിഞ്ഞ ശേഷം സീൻ അവിടെ അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹില്ല് വന്നിട്ട് എന്താണ് ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് നേരെ ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനക്ക് അപ്പോഴാണ് നമ്മുടെ എങ്ങനെയാണ് അവിടെ ആ ഡെസേർട്ട് അമേരിക്കൻ വന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ഹില്ലിൻ്റെ പണിയാണിത്. നമ്മുടെ ഹില്ല് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഡെസേർട്ട് അമേരിക്കാനോ. നമ്മുടെ തേറിന് ഭയങ്കര ഫേവറേറ്റ് ഫുഡാണ്. അങ്ങോട്ട് അത് വാങ്ങിയിട്ട് തേറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അവൻ മെല്ലെ ഒന്ന് തലോടിയിട്ട് അങ്ങനെ ഒരു ചിരിയും ചിരിച്ച് മോനെ അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണ്. അങ്ങനെ നേരെ അവിടെ വന്നിരുന്ന് അവനത് നോക്കി ചിരിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോൺ വരികയാണ്. ഈ ജോൺ വന്നിട്ട് എന്താടാ ഹിൽ അങ്ങനെ 3-4 ഓപ്ഷൻ വിളിക്കുന്നുണ്ട്. ഹില്ലിനെ അവിടെ ഈ ലോകത്തേ അല്ല, സ്വപ്ന ലോകത്തിലാണ്. അപ്പോൾ ജോൺ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇവിടെ നിന്നല്ലേ, എന്താണ് ആ ബുക്കിൽ അത്രമാത്രം നിനക്ക് ചിരിക്കാനുള്ളത്? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചിരിച്ചെന്നേ ഉള്ളൂ. ശരി ശരി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്